സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയിൽ എൻ്റെ ചേട്ടൻ രക്ഷിക്കപ്പെട്ട ഒരു കഥയാണ് ഞാൻ അവതരിപ്പിച്ചത്. ഞാനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ ആ ഒരു നിമിഷം എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട്. എന്തിനാ ആദ്യത്തെ വീഡിയോയിൽ ചേട്ടൻ്റെ കഥ വെച്ച് തുടങ്ങിയത്? നിനക്ക് സ്വന്തമായി ഒരു അനുഭവം ഉള്ളപ്പോൾ ആ ഒരു അനുഭവം പറഞ്ഞ് തുടങ്ങാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്ലാൻ അങ്ങനെയായിരുന്നില്ല. എൻ്റെ ചെറുപ്പകാലം തൊട്ട് പതിയെ പതിയെ അങ്ങ് മുകളിലേക്ക് പോകാം, ആ ഒരു ചിന്തയിലാണ് ഞാൻ അങ്ങനെ അപ്പോൾ അത് അവതരിപ്പിക്കേണ്ട എന്ന് ചിന്തിച്ചത്. പക്ഷേ അവരുടെ ഒരു നിർബന്ധം അത് എന്നെ മാറ്റി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മരണത്തെ മുന്നിൽ കണ്ട ഒരു നിമിഷത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ 2014 ആ ഒരു വർഷകാലം ഏറ്റുമാനൂർ SFS സെമിനാരിയിൽ റീജൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നോവിഷ്യേറ്റും ഫിലോസഫിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ഫോർമേഷനിലെ ഒരു പീരീഡ് എന്ന് പറയുന്നത് റീജൻസി പീരീഡാണ്. അങ്ങനെ റീജൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ സ്പോർട്സ് വീക്ക് എല്ലാ വർഷവും നടത്തപ്പെടുന്ന ഒന്നാണ്. അങ്ങനെ ആ വർഷവും അത് ഇൻചാർജിൻ്റെ കയ്യിലായിരുന്നു അതിൻ്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടു. ആ ഒരു ചുമതലയുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും എന്തൊക്കെ പരിപാടികൾ അവതരിപ്പിക്കണം, എന്തെല്ലാം ഗെയിംസാണ് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ചാർട്ട് ഞാൻ തയ്യാറാക്കി. അപ്പോൾ ഓരോ ഗെയിം നടത്തുമ്പോഴും അതിൽ ഏത് അച്ഛനായിരിക്കും റെഫറി ആയിട്ട് വരേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ പോയിൻ്റ് ക്രമീകരണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഞാനൊരു ഫയൽ സൂക്ഷിച്ചു. എൻ്റെ കൂടെ എൻ്റെ സഹായത്തിന് വേണ്ടി 2 ബ്രദേഴ്സ് കൂടി ഉണ്ടായിരുന്നു. അവരുടെ കയ്യിലും ഞാൻ അതെല്ലാം ഏൽപ്പിക്കുകയുണ്ട്. അപ്പോൾ അവരോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു ഗെയിം ആയിരിക്കണം. അങ്ങനെ വളരെ കൃത്യമായിട്ട് ഒരു ടൈം ടേബിളോട് കൂടിയാണ് അതെല്ലാം ക്രമീകരിച്ച് മുന്നോട്ട് പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പതിവ് പോലെ സൊസൈറ്റിയിൽ പാല് കൊടുക്കേണ്ട ഒരു ചുമതല കൂടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നോക്കുമ്പോൾ ഒരു അരമണിക്കൂർ എന്തായാലും അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു പാല് കൊടുത്ത് സൊസൈറ്റി കൊടുത്ത് തിരിച്ചു വരാം എന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ പോയത്. തിരിച്ച് എത്രയും വേഗം എത്തണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടെ പോയത് കൊണ്ടായിരിക്കണം കുറച്ചധികം സ്പീഡിലാണ് ഞാൻ പോയത്. സൊസൈറ്റി പാല് കൊടുത്തു തിരിച്ചു വരാൻ ഇറങ്ങിയപ്പോൾ പതിയെ മഴ പെയ്യാൻ തുടങ്ങി. കയ്യിൽ കരുതിയിരുന്ന റെയിൻകോട്ടെല്ലാം എടുത്ത് ധരിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന വേളയിൽ കുറച്ചധികം സ്പീഡ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റുമാനൂർ സൈഡിലുള്ള ആളുകൾക്കറിയാം, എറണാകുളം റൂട്ടിലേക്ക് പോകുമ്പോൾ ഒരു പവർ സ്റ്റേഷനുണ്ട്. അതൊരു ചെറിയൊരു വളവ് തിരിഞ്ഞാണ് വരുന്നത്. ആ ഒരു പവർ സ്റ്റേഷനിൽ നിന്നും മഴവെള്ളം കുത്തി ഒലിച്ചിറങ്ങിയപ്പോൾ ഒത്തിരിയേറെ ചരലുകളും റോഡിലേക്ക് വന്നു. അങ്ങനെ ആ ചരൽ റോഡിൽ സ്പ്രെഡായി കിടക്കുന്നത് അറിയാതെ നല്ല സ്പീഡിൽ തന്നെ സഞ്ചരിച്ചിരുന്ന ഞാൻ അവിടെ വെച്ച് സ്കൂട്ടി സ്കിഡ് ആവുകയും റോഡിലൂടെ ഒരു 6 മീറ്ററോളം ദൂരം ഞാൻ ഇങ്ങനെ ഒരഞ്ഞു പോവുകയും ചെയ്തു. ഈ സ്കൂട്ടി ആക്സിഡൻ്റൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കാല് പുറത്തിടാൻ പാടില്ല എന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാരിപ്പോഴും പറയുമായിരുന്നു. കാരണം ഞാനുള്ള വർഷമാണ് അവിടെ ആദ്യമായിട്ട് സ്കൂട്ടി മേടിക്കുന്നത്. ഞാനാണ് ആ സ്കൂട്ടി ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യവും അതായിരുന്നു. അങ്ങനെ വളരെ കൃത്യമായിട്ട് ഞാനതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണോ ആ ഒരു ആക്സിഡൻറ്റ് പറ്റുമ്പോൾ എൻ്റെ കാല് പുറത്തേക്ക് ഇടാതിരിക്കുവാൻ ഞാൻ ഒത്തിരിയേറെ ശ്രദ്ധിച്ചു. കാരണം കാല് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്കൂട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കാല് പോലും മുറിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത അവരെപ്പോഴും എന്നോട് പറയുമായിരുന്നു. അത് മനസ്സിൽ കിടന്നതുകൊണ്ട് തന്നെ ഞാനത് കാല് ഉള്ളിൽ വെച്ച് കണ്ടിരുന്നു. അങ്ങനെ ആ വീഴ്ചയിൽ എനിക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളുണ്ടായിരുന്നു. വീണ് കിടക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്തൊരു പ്രവൃത്തി ആ സ്കൂട്ടിയെ താക്കോലെടുത്ത് എൻ്റെ പോക്കറ്റിലിടുക എന്നുള്ളതാണ്. എന്താണോ അങ്ങനെ തോന്നിച്ചത്, ഞാൻ ആ സ്കൂട്ടിയുടെ താക്കോലെടുത്ത് പോക്കറ്റിലിട്ടു. അതോടൊപ്പം തന്നെ എൻ്റെ കയ്യിലിരുന്ന മൊബൈൽ എടുത്ത് തൊട്ടടുത്തുള്ള ചേട്ടനോട് പറഞ്ഞു, ഇതിൽ ഫാദർ ജോബിയുടെ നമ്പറുണ്ട്, അതിലേക്കൊന്ന് വിളിക്കാം, ഞാൻ സെമിനാരിലെ ഒരു ബ്രദറാണ്, അത്രയും പറഞ്ഞതേ ഉള്ളൂ. ആ സമയം തന്നെ എൻ്റെ ബോധം മറന്നു. ഞാൻ ബോധമില്ലാത്ത കിടക്കുന്ന സമയത്താണ് ഇവർ സെമിനാരിലേക്ക് വിളിക്കുന്നത്. സെമിനാരിൽ വിളിക്കുമ്പോൾ തൊട്ടടുത്ത BSNL ഓഫീസിൽ ബില്ലടയ്ക്കുവാൻ വേണ്ടി ഫാദർ സുബിൻ വന്നിട്ടുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു. ഉടനെ തന്നെ അച്ഛൻ ഫാദർ സുബിനെ വിളിക്കുകയാണ്. അച്ഛൻ വരുന്നത് വരെ എന്നെ ആ പവർ സ്റ്റേഷൻ്റെ പുറത്താണ് ഇരുത്തിയിരുന്നത്. ഒരു കസേര, പ്ലാസ്റ്റിക് കസേരയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച എൻ്റെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു കാഴ്ചയാണ്. മുട്ടിൽ നിന്നും രക്തം ചീറ്റി ഒലിക്കുന്നുണ്ടായിരുന്നു. കാരണം അത് ഒരു പൂത്തിരി പോലെ ഇങ്ങനെ ചിതറി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് അന്നേരം മനസ്സിലാവുന്നില്ല. ഒത്തിരിയേറെ ആളുകൾ കൂടിയിട്ടുണ്ട്. അവരോരോരുത്തരും ഒരു കുപ്പി വെള്ളം കൊണ്ടു തന്നു. ഞാനത് കുടിക്കുന്നു. പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. കണ്ണിൽ ഇരുട്ട് കയറുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. പെട്ടെന്ന് തന്നെ ഫാദർ സുബിൻ അവിടെ വണ്ടിയുമായിട്ട് വന്നു. എന്നെയും കൊണ്ട് അച്ഛൻ തൊട്ടടുത്തുള്ള വിമല ഹോസ്പിറ്റലിലേക്ക് വന്നു. പക്ഷേ അവിടെ അത് ചെയ്യാനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാതാ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ മറ്റൊരു ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്
ഡോക്ടർമാരെല്ലാം തിരക്കില്ല. കാരണം ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മുകളിലൂടെ ഒരു ടിപ്പർ ലോറി കയറിപ്പോയി അതിൻ്റെ മേജർ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ എന്നെ നോക്കുവാൻ അവർക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ്വാലിറ്റിയിൽ എന്നെ കിടത്തി. ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഒരു നേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നല്ല പെയിനുണ്ടോ? ഞാൻ നോക്കുമ്പോൾ ഈ മുട്ട് ഇങ്ങനെ പൊളന്നിരിക്കുകയാണ്, കാൽവിരലിൻ്റെ അവിടെയും നല്ല പൊട്ടലുണ്ട്, തോളിനും നല്ല വേദനയുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് സഹിക്കാവുന്ന വേദനയേ ഉള്ളൂ. അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, മോനെ ഈ ഒരു വേദന സഹിക്കാമെങ്കിൽ ഈ പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ എടുക്കണ്ട. കാരണം അത് എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ നിനക്ക് ഒത്തിരിയേറെ സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പെയിൻ നിനക്ക് സഹിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായും ഞാനത് പരിശ്രമിക്കാം. പക്ഷേ 3.5 മണിക്കൂറിന് ശേഷമാണ് എന്നെ അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. ആ 3.5 മണിക്കൂർ നേരവും ഞാൻ ഈ വേദന സഹിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന വചനം ബാറൂക്ക് 6:7 അതിൽ ഇപ്രകാരമാണ് പറയുന്നത്, എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, തീർച്ചയായും ആ ഒരു അപകടം നടന്നപ്പോൾ എന്നെ കാത്തു സൂക്ഷിച്ചത് കർത്താവ് പ്രത്യേകം തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ദൂതൻ തന്നെ. ആ ദൂതൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് ഇന്നും ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ സംസാരിക്കാൻ സാധിക്കുന്നത്. കാരണം ആ ഒരു അപകടം പിന്നീട് ഞാൻ ചിന്തിക്കുമ്പോൾ എത്ര ഭീകരമായ ഒരു അപകടമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, റോട്ടിലൂടെ 6 മീറ്ററോളം ഞാൻ ഉരഞ്ഞു നീങ്ങി. ആ നീങ്ങുന്ന സമയത്ത് എൻ്റെ ചെരുപ്പ് പൊട്ടി കാലിൽ ഉടക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാലിൽ നിന്നും ആ ചെരുപ്പ് ഊരാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഞാൻ കണ്ണ് തുറക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ നിന്ന് ആരോ പറയുന്നു കണ്ണ് തുറക്കില്ല. പിന്നീടാണ് അത് മനസ്സിലായ എന്തുകൊണ്ടാണ് ആ ഒരു സ്വരം എൻ്റെ മനസ്സിൽ കൂടെ വന്നത്. കാരണം ആ ഹെൽമറ്റിൻ്റെ ഗ്ലാസ് പൊട്ടി എൻ്റെ കണ്ണിൽ കൊള്ളും എന്ന രീതിയിലായിരുന്നു ആ ഹെൽമറ്റ് ഉണ്ടായിരുന്നത്. എന്നെ എടുത്തുകൊണ്ട് പോയവർ ആദ്യം ചെയ്തതും ആ ഗ്ലാസ് ഹെൽമറ്റിൽ നിന്ന് വലിച്ചു പൊട്ടിക്കുകയാണ്. കാരണം അത് കണ്ണിൽ കൊള്ളുന്ന രീതിയിൽ നിൽക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ഞാൻ കണ്ണ് തുറന്നാൽ തീർച്ചയായും എൻ്റെ കൃഷ്ണമണിയിൽ അത് തറച്ച് കയറും എന്ന ഒരു അവസ്ഥയിലാണ് നിന്നത്. എനിക്ക് പോലും അറിയില്ല ആരാണ് എൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു വചനം പറഞ്ഞ് കണ്ണ് തുറക്കരുതേ എന്ന്. ആ ഒരു ഗ്ലാസ് പൊട്ടിച്ചപ്പോഴാണ് ഞാൻ തൊട്ടടുത്തുനിന്ന് ആളുകളോട് പറയുന്നത് ഇതിൽ ഫാദർ ചോബിയുടെ നമ്പറുണ്ട്. അത്രയും പറയാൻ എനിക്ക് മനസ്സ് വന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഒരുപക്ഷെ എൻ്റെ ജീവൻ രക്ഷിക്കുവാൻ എനിക്ക് സാധിച്ചത്. കാരണം ഉടനെ തന്നെ ആ ഫോണിൽ നിന്ന് അവർ ഫാദർ ജോബിയെ കോൺടാക്റ്റ് ചെയ്തു. ഉടനെ തൊട്ടടുത്തുണ്ടായിരുന്ന ഫാദർ സുബിൻ വണ്ടിയുമായിട്ട് എൻ്റെ അടുത്തെത്തുന്നു. അതെല്ലാം നടക്കുന്ന ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ്. ആ ഒരു സംഭവം ഇന്ന് ഞാൻ ഇരുന്ന് നോക്കുമ്പോൾ ദൈവം നമ്മളെ എത്രമാത്രം പരിപാലിക്കുന്നു എന്ന് തിരിച്ചറിയുക. ബാറൂക്ക് 6:7 പറയുന്ന ആ വചനം തീർച്ചയായും എൻ്റെ ജീവിതത്തിൽ നിറവേറുന്ന ഒരു കാഴ്ചയാണ് ഞാൻ അനുഭവിച്ചത്. കാരണം എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്ന വചനം വെറുതെയല്ല. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രമാത്രം സുരക്ഷിതരാണ് നമ്മൾ ഓരോരുത്തരും. അതും ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ടായിരിക്കാം എന്നെ അറിയുന്നവരും എന്നോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് പങ്കുവെക്കാതിരുന്നത്? പ്രിയമുള്ളവരെ, മറന്നുപോയ ഒരു സംഭവമല്ല, പക്ഷേ അത് പിന്നീട് എപ്പോഴെങ്കിലും അവതരിപ്പിക്കാമെന്ന് കരുതിയിരുന്ന ഒന്നാണ്. പക്ഷേ ഉടനെ തന്നെ ഞാനത് പറഞ്ഞത് അവരെല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നോർത്തതുകൊണ്ടാണ്. തീർച്ചയായും ഈ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇതുപോലെ മരണം മുന്നിൽ കണ്ട അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകില്ലേ? സ്വന്തം ജീവിതത്തിൽ നിന്ന് ഞാനത് അനുഭവിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എൻ്റെ ചേട്ടൻ്റെ ആ ഒരു അനുഭവം എൻ്റെ മനസ്സിലും എപ്പോഴും നിൽക്കുന്നത്. ചെറുപ്രായത്തിൽ നടന്ന ആ ഒരു സംഭവം എൻ്റെ മനസ്സിലെപ്പോഴും തെളിഞ്ഞു നിന്നതും സ്വന്തം ജീവിതത്തിൽ ഈ ഒരു മരണം ഞാൻ മുന്നിൽ കണ്ട വ്യക്തിയാണ് എന്നതുകൊണ്ടാണ്. അതിനാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന നിമിഷങ്ങളെ തിരിച്ചറിയുവാൻ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും അത് വെറുതെ ദൈവം നൽകുന്നതല്ല, അതിലൂടെ മറ്റെന്തെങ്കിലും ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവും. മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള നിമിഷങ്ങളായിരിക്കാം അത്, മറ്റുള്ളവരുടെ അനുഭവങ്ങളുടെ നമ്മുടെ അനുഭവങ്ങളാക്കി മാറ്റാനുള്ള നിമിഷങ്ങളാകാം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ മാറ്റി നിർത്താതെ അവരുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളെ കൂടി നമ്മുടേതാക്കി മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആ ഒരു കാര്യത്തിന് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. ഇനിയും ഇതുപോലെയുള്ള അനുഭവങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ഞാനുമായിട്ട് അത് പങ്കുവയ്ക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക.